പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 30 അധ്യായം 6 ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ശത്രുക്കളുടെ സാന്നിധ്യവും മനുഷ്യഭയവും ദാവീദിനെ ഒട്ടും ബാധിച്ചില്ല എന്ന് നമുക്ക് 6 മനസ്സിലാക്കാം. ആശ്വസിപ്പിക്കേണ്ട കൂട്ടുകാർ എതിരായപ്പോൾ യഹോവയിൽ ധൈര്യപ്പെടുവാനിടയായി തീർന്ന ദാവീദിനെയാണ് നാം ഇവിടെ കാണുന്നത്. പല വിഷയത്തിൻ്റെ നടുവിലും താൻ പ്രതിസന്ധിയിലും തന്നെ കുറ്റപ്പെടുത്തുന്ന ആളുകളുടെ നടുവിലും താൻ ഉറപ്പും ധൈര്യവുമുള്ളവനായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിൽ ധൈര്യപ്പെടുവാനിടയായിത്തീർന്നു. തൻ്റെ ദൈവമായ യഹോവയിൽ താൻ ധൈര്യപ്പെട്ടു. ഇന്നലകളിൽ തന്നെ പുകഴ്ത്തി പറഞ്ഞ പലരും ഇന്ന് തനിക്കെതിരായി മാറിയപ്പോഴും അനർത്ഥം തനിക്ക് ദോഷകരമായി തീരുമെന്നുള്ള സാഹചര്യത്തിലെത്തിയപ്പോഴും ദൈവത്തിൽ ധൈര്യപ്പെടുവാനിടയായിത്തീർന്നു. പലരും മറ്റു പലതിലും വാക്കുകൾ കേട്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് നിരാശപ്പെട്ട് ഇരിക്കുമ്പോൾ ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ താൻ ധൈര്യപ്പെടുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൽ ധൈര്യപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതം പിന്നീട് വേദനയും പ്രയാസങ്ങളും നിറഞ്ഞതാകുകയില്ല. യഹോഭക്തന് ദൃഢധൈര്യമുണ്ട് എന്ന് സദൃശവാക്യം 14:26 പറയുന്നു. ദൈവഭക്തനായ നെഹമ്യാവ് ദൃഢധൈര്യമുള്ളവനായി മുൻപോട്ട് പോയവനായിരുന്നു. യെരൂശലേമിൻ്റെ മതിലുകളെ പണിയുക എന്ന് പറഞ്ഞപ്പോൾ അവർ അന്യോന്യം ധൈര്യപ്പെടുത്തുകയും 52 ദിവസം കൊണ്ട് മതിൽ പൂർത്തിയാക്കുകയും ചെയ്ത ചരിത്രം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ദാവീദും തൻ്റെ ദൈവമായ യഹോവയിൽ താൻ ധൈര്യപ്പെടുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് നമുക്കും ഈ ദിവസങ്ങളിൽ പറയാം, നമ്മുടെ ദൈവമായ യഹോവയിൽ നമുക്ക് ധൈര്യപ്പെടാം, നമുക്ക് മുൻപോട്ട് പോകാം, നമുക്ക് ഒരിക്കലും ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.